മണ്ണാർക്കാട്ടെ ഭൂരേഖകളിൽ വ്യാപകമായി കൃത്രിമം നടന്നിട്ടുണ്ടെന്നും ഇത് നടത്തിയത് ലീഗും ഇതിന് നിയമസഹായം നൽകിയത് മണ്ണാർക്കാട്ടെ എംഎൽഎയുമാണെന്ന് സിപിഐ നേതാവ് മണികണ്ഠൻ പൊറ്റശ്ശേരി. ഭൂരേഖകളിൽ കൃത്രിമം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് തെങ്കര 2 വില്ലേജ് ഓഫീസിലേക്ക് സിപിഐ തെങ്കര ലോക്കൽ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണാർക്കാട് നമ്പർ 2 വില്ലേജിൽ 157 സർവേ നമ്പറിൽപ്പെട്ട 28 ഏക്കർ നെൽവയലിൽപ്പെട്ട ഭൂമി എങ്ങനെ കരഭൂമിയാക്കി മാറ്റപ്പെട്ടുവെന്ന് പരിശോധിക്കണമെന്ന് സിപിഐ പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി ആവശ്യപ്പെട്ടു. തെങ്കരയിൽ കൃത്രിമം നടത്തിയ 28 ഏക്കർ ഭൂമിയുടെ അവകാശി സ്ഥലത്തെ പ്രമാണിയാണെന്നതുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ ഇതിനു കൂട്ടുനിന്നത്. താലൂക്ക് രേഖകളിൽ ഇത് കരഭൂമി അല്ലെന്നത് വ്യക്തമാണെന്നും മണികണ്ഠൻ പറഞ്ഞു. വിവരാവകാശം വഴി ലഭ്യമായ രേഖകളിൽ ഈ ഭൂമി നെൽപ്പാടമായിട്ടാണ് കാണപ്പെടുന്നത്. താലൂക്കിലുള്ള FME രജിസ്റ്ററിലും ഇത് നെൽപ്പാടമാണ്. എന്നാൽ വില്ലേജിലെ ഭൂമിയിൽ രേഖകളിൽ ഈ 28 ഏക്കർ ഭൂമി കരഭൂമിയായി കാണപ്പെടുന്നു. അപ്പോൾ താലൂക്കിലും ഇതുമായി ബന്ധപ്പെട്ട വില്ലേജ് സർവേ റെക്കോർഡുകളുള്ള മറ്റ് ഓഫീസുകളിലൊന്നും തിരുത്തൽ വന്നിട്ടില്ല. അതിനർത്ഥം വില്ലേജിലാണ് രേഖകൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. തൊട്ടടുത്ത ഏതോ സർവേ നമ്പറിൻ്റെ FMB സ്കെച്ച് കൊണ്ടുവന്ന് നിലവിലുണ്ടായിരുന്ന FMB സ്കെച്ചിൻ്റെ ഷീറ്റ് മാറ്റി അത് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. വളരെ ഗൗരവമേറിയ സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകൾ തിരുത്തി എന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ട കാര്യമാണത്. ഞങ്ങളുടെ അറിവ് പ്രകാരം ഈ 28 ഏക്കറിൽ ഇത് ഒതുങ്ങുന്നില്ല. തെങ്കര വില്ലേജിലും മണ്ണാർക്കാട് താലൂക്കിലുമൊക്കെ വളരെ വ്യാപകമായ തോതിൽ കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് ഈ രേഖകളിലൊക്കെ കൃത്രിമം നടത്തിയിട്ടുള്ളത് എന്നാണ് ഞങ്ങളുടെ പരിശോധനയിൽ ബോധ്യമായത്. എന്തായാലും സർക്കാർ അന്വേഷിക്കട്ടെ. കോട്ടോപ്പാടത്തെ ധനകാര്യ സ്ഥാപനമായ അരിയൂർ ബാങ്കിൽ വ്യാപകമായി ക്രമക്കേട് നടത്തി ബാങ്കിനെ തകർത്തത് ലീഗ് നേതാവാണെന്നതും വ്യാജ ഭൂരേഖകളുണ്ടാക്കി തട്ടിപ്പ് നടത്തിയ ലീഗിന്റെ ജില്ലാ നേതാവിനെ ഉൾപ്പെടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സിപിഐ ആവശ്യപ്പെട്ടു. കെ മുരുകദാസ് അധ്യക്ഷത വഹിച്ചു. സിപിഐ തെങ്കര ലോക്കൽ സെക്രട്ടറി ഭാസ്കരൻ മുണ്ടക്കണ്ണി സ്വാഗതം പറഞ്ഞു. സിപിഐ മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറി AK അബ്ദുൾ അസീസ്, അസിസ്റ്റന്റ് സെക്രട്ടറി K രവികുമാർ, രവി, N ചന്ദ്രശേഖരൻ, E ബിന്ദു, ബോബി ജോയ് എന്നിവർ അഭിവാദ്യ പ്രസംഗം നടത്തി. മാർച്ചിനെ തുടർന്ന് സിപിഐ നേതാക്കൾ വില്ലേജ് ഓഫീസറെ നേരിൽ കണ്ട് സംസാരിച്ചു. സമരത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടതായും വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും വില്ലേജ് ഓഫീസർ നേതാക്കളോട് പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ ആരോപണ വിധേയരായ കക്ഷികൾക്ക് ഭൂരേഖകൾ നൽകില്ലെന്നും പരാതി പരിശോധിച്ച് ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും വില്ലേജ് ഓഫീസർ അറിയിച്ചതായും സിപിഐ നേതാവ് മണികണ്ഠൻ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.